സാത്താനെ സാത്താൻ എന്ന് മനസ്സിലാക്കി തന്നെ ആരാധിക്കുന്ന പള്ളിക്കാരുണ്ട്. പൈശാചിക ശക്തി ലഭിക്കുവാനും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി ഏത് തരത്തിലുള്ള കൊള്ളരായ്മകളും പാവങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ സാത്താനെ ആരാധിക്കുന്ന പള്ളിക്കാർ. അവരുടെ ഒട്ടനവധി ആശയങ്ങളും താല്പര്യങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നാനാ തുറകളിലേക്കും വ്യാപിപ്പിക്കുക എന്നൊരു ലക്ഷ്യം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കുണ്ട്. നല്ല ശതമാനം ഫിലിം ഇൻഡസ്ട്രിയും അവരുടെ കയ്യിലാണ് എന്ന് പറയുന്നത് തെറ്റില്ല. ഉദാഹരണമായി പേടിപ്പിക്കുന്ന ഹൊറർ മൂവീസിൽ നല്ല ശതമാനവും പങ്ക് സാത്താൻ സഭയ്ക്ക് തന്നെയാണ്. ഇത്തരം മൂവിയിലൊക്കെ പിശാചിനെ തളയ്ക്കുന്നതായിട്ട് ഒടുവിൽ കാണിക്കുന്നുവെങ്കിലും അന്തിമമായ ഒരു തോൽവി പിശാചിന് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, പിശാചിനില്ലാത്ത വലിയ ശക്തിയൊക്കെയാണ് പിശാചിനെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പിശാചിനെ ഒതുക്കുവാൻ വരുന്ന വ്യക്തികളെയൊക്കെ തകർത്ത് ടച്ച് മുടിക്കുന്ന ഒരു അസാധാരണക്കാരനാകുന്ന ഒരു വ്യക്തിയായി സാത്താനെ ചിത്രീകരിക്കുന്നത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. അത്ര ശക്തിയൊന്നും പിശാചിനില്ല. യേശുവിന്റെ നാമം പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഓടിപ്പോകുന്ന, തോറ്റ, പരാജയപ്പെട്ട, അശക്തനാകുന്ന ഒരു വ്യക്തിയാണ് പിശാച്.